ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ ഫ്ലാറ്റ് വേൾഡ് സർവൈവൽ വേൾഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ GD ആണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ചെയ്യണം. എനിക്ക് രാത്രിയായി തോട്ടം. ഇന്നത്തെ ചെയ്യണം ഇത് ഫുള്ളും നമുക്ക് പാത്ത് വേക്കണം. ശവലൊക്കെ തീരണം. തികയില്ല. ഇപ്പോഴത്തെ ഇത് ചെയ്യാം. സ്ലൈഡിൽ പോകണമെന്ന് ചിന്തിച്ചെങ്കിൽ ഓക്കെ. ഇവിടെ മോബൊന്നും പോകണമല്ലോ. കുറച്ച് സേഫായിരിക്കും നമുക്ക്. രാത്രിയായാലും മോബൊന്നും പോകണത്തില്ല ഇവിടെ. ഇപ്പോൾ ഗൈസ് നമുക്ക് പുതിയ ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ. കഴിഞ്ഞ 3 വീഡിയോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇൻട്രോ. എന്താ പറയണമെന്നുള്ള ഞാൻ ഈ ബോക്സിൻ്റെ അകത്തുള്ള സൈഡ് ഫുള്ളും ഈ ബോക്സിൻ്റെ അകത്തുള്ള സൈഡ് ഫുള്ളും ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും സൈഡ് ചെയ്തിരിക്കുന്നു. എന്നാലും ഇവിടെ ഒന്ന് ഫോൺ വെത്തണ്ട മൊബൈലിൻ്റെ അകത്തുനിന്ന്. പിന്നെ ഇവിടെ കൂടെ ബാക്ക് ചെയ്യാം. ഗൈസ് നിങ്ങൾ സിനിമ ഉണ്ടായിരുന്നു മറ്റേ ARMൻ്റെ സെറ്റ് സിനിമ കേട്ടോ. എല്ലാവരും പോയി കാണും. ഗൈസ് ഇതിൽ ഒരുപാട് പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണം. അത് പിന്നെ ലൈക്ക് ചെയ്യാതെ അതങ്ങ് ചെയ്തേക്കോട്ടെ. സ്വപ്നത്തിൽ ഞാൻ മതി ലൈക്ക് ചെയ്തു. അത് പൊട്ടി. നീ പോയി സ്റ്റാർട്ട് ജസ്റ്റ് തുറന്ന് മുണ്ടെടുത്ത് മറന്നി ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും പിന്നെ ഇവിടെ ചെയ്യാനുള്ള കഴിയില്ല. ഇത് ചെയ്തിട്ട് കുറച്ചുകൂടെ ചെയ്യാനുള്ള കഴിയും. അപ്പോൾ ഗൈസ് അപ്പോൾ ഈ ബോക്സും കൂടി ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ടൈം വരെ ഇപ്പോൾ ചെയ്തിട്ട് വാ. ഇവിടെ അത്രയും ചുറ്റും കറങ്ങാം. അതായത് 10 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ്, ഒരു വളർന്നു വന്ന യൂട്യൂബറിനെയാണ് നിങ്ങളിങ്ങനെ കാണിക്കണം. നോക്കിയോ, ഒരു നാൾ ഈ കൈ പൊങ്ങും. അതുപോലെ ഒരു നാൾ യൂട്യൂബറാവും. പിന്നെ ഇതിൽ ഞാൻ തരണമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ കമൻ്റ് ഒന്നും കണ്ടില്ല. കമൻ്റ് ആരെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ തരാൻ പറ്റും. ഇതിലും വല്ല ടാസ്ക് തരാം. ഞാൻ നോക്കിയിട്ട് തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് ഇപ്പോൾ വരാം അപ്ഡേറ്റ്. പിന്നെ ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടേക്കാം. അതും കൂടി ഇതിൻ്റെ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഞാൻ ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടുള്ളത് ഇടും. ഇപ്പോൾ ഇടാറില്ല. ഞാൻ എൻ്റെ അനിയൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിലിട്ടേക്കാം. ചെയ്തിട്ട് ഇപ്പോൾ അപ്ഡേറ്റ്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാനെന്ന് വെച്ചാൽ നമ്മളിതിൽ ഫ്ലാറ്റ് വേൾഡിൽ ഇത് ബെഡ്റോക്കാണ് കളിക്കുന്നത്. കൂടുതൽ ജാവ കളിക്കുന്നത്. PC ഒന്നും ഇല്ല, ഫോണിലാണ് കളിക്കുന്നത്. കണ്ടറിയാൻ നമുക്ക്. പിന്നെ ഫ്ലാറ്റ് വേൾഡ് ഇതിൽ അറിയാലോ, വേറെ സ്ട്രക്ചറൊന്നും ഇതിൻ്റെ ഫോണാകത്തില്ല. അതുകൊണ്ട് നമ്മളിതിൽ ലാവ ബക്കറ്റ് കിട്ടാൻ പറ്റത്തില്ല. ലാവ കിട്ടൂല. ലാവ കിട്ടണമെങ്കിൽ നെതറിൽ പോകണമെങ്കിൽ തന്നെ ലാവയും വേണം. അപ്പോൾ ലാവ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് വേൾഡ് എന്നും പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ലാവ ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല എൻഡ് ഫ്രെയിം നമുക്ക് കിട്ടത്തില്ല. അതും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും നമുക്ക്
ഇത് ഇവിടെ ഒരു സ്പോൺ അവിടെ സ്പോണാണ്, ഇവിടെ കണ്ട ഇത് സ്പോണാണ്, അവിടെ ഇവിടെ സ്പോണാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഇത് നല്ല ലാഭ പക്കറ്റുണ്ടോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എമറൽ ബ്ലോക്ക് വെച്ചിട്ട്. അതും പിന്നെ നമ്മൾ അതല്ല എൻ്റെ ഫോൺ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ സ്നിഫറൊക്കെ വേണം, അതിനുള്ളിൽ 4 ഡിഗ്രി വേണം, ഏഷ്യൻ ഡിഗ്രി 4 വേണം, എണ്ണയിലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയൊന്നും വേണ്ടത്തുള്ളൂ. ഈ 3 സാധനം, ഇതും 3 4 ഇത് ലാഭ പക്കറ്റ്. സ്ലിപ്പറൊക്കെ ഉണ്ടാക്കിയാലേ നമുക്ക് എൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ലിപ്പറൊക്കെ ഉണ്ടാക്കാനാണ് കുറച്ച് പാട്. ഗ്രീനുകളും റെഡ് ബുള്ളൊക്കെ എടുക്കാൻ എളുപ്പമാണ്, ഡിഗ്രി മെയിൻ ചെയ്യാൻ പോകാൻ എളുപ്പമാണ്. കുഴപ്പമില്ല. സ്ലിപ്പറൊക്കെ ഒന്ന് കിട്ടിയിട്ട് പോരാ, 2-3 കിട്ടിയാൽ നമുക്ക് ഈ ടോർച്ച് ഫ്ലവർ ഒപ്പിക്കാൻ പറ്റുള്ളൂ. ഈ 2 സൈഡും കൂടി ചെയ്തിട്ട് 2 സൈഡും ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ 3/4 കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ളത് ഗൈസ് ഇവിടെ ഒരു മോവ് പോലും ഇല്ല, നൈസാണ്. ഇനി ഇവിടെ ഇത്ര മാത്രമല്ല, നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 25 മൊത്തത്തിൽ 100 അത്ര ബ്ലോക്ക് വേണം മൊത്തത്തിൽ. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു മോഫ് ഫാം പണിയുമ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം കിടക്കുന്നുണ്ട്, മണ്ടയിൽ സ്പോൺ റേറ്റ് കുറവായിരിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് താഴെ ഇതിരിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് സ്പോൺ ആകത്തുണ്ട്, മേളിലെ സ്പോൺ റേറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കണക്കൂട്ടലൊക്കെ എടുത്ത് വെച്ച് വീണു. അതുകൊണ്ടാണ് ഇങ്ങനെ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. കയൺ ഒപ്പിക്കണമെങ്കിൽ വില്ലേജ് തന്നെ ചെയ്യണം, അതിന് വേണ്ടി വെള്ളം തന്നെ വേണം. വില്ലേജ് തന്നെ ചെയ്യാനാണ് കുറച്ച് പാട്. അത് ഞാൻ പറഞ്ഞുതരാം, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ഇതാ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്ര ഇത് ചെയ്തിരിക്കുന്നു, തളർന്നു. ടാങ്കിലൊക്കെ തളർന്നു. അടുത്തൊരു വാളി ഇവിടെ മേടിച്ചിടാൻ പോയി. രണ്ട് വാളികൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിലായിരുന്നു. നമ്മളത് അയണ് നമ്മളെ വില്ലേജല്ലേ, സോംബി വില്ലേജിനെ എങ്ങനെ ക്യൂർ ചെയ്യാം അത് കാര്യം പറഞ്ഞുതരാൻ പറ്റി. കയ്യിലുള്ള സാധനം കൊണ്ട് നടക്കണം, ശരിയാവില്ല. ഇത് മാത്രം കഴിയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് ഗോൾഡൻ ആപ്പിൾ ആദ്യം വേണം. അതിന് വേണ്ടി നമ്മൾ ഒരു ട്രേഡറിനെ കണ്ടുപിടിക്കണം. ചില സമയത്ത് വല്ലതും കൊടുത്താൽ നമുക്ക് തരും, എമറാൾഡ് തരും. അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട് അതിന്. ചിലത് ചാൻസ് കുറവാണ്, എന്നാൽ കിട്ടിയാലേ പറ്റുള്ളൂ. അല്ലാതെ എമറാൾഡ് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. ഇല്ലെങ്കിൽ എമറാൾഡ് തരുന്നത് നമ്മൾ മഞ്ഞ സ്ഥലത്ത് പോകണം, മഞ്ഞുള്ള സ്ഥലത്ത്. അവിടെ പോയി കഴിഞ്ഞാൽ എമറാൾഡ് കിട്ടും. അവിടെ എന്ന് വെച്ചാൽ മറ്റേ ഫോക്സ് വായിൽ എത്ര ശതമാനം, എത്ര 0.01 അങ്ങനെ എന്താണ് ആ പെർസെൻറ്റേജിൽ വായിൽ എമറാൾഡ് സ്പോണായിട്ട് വരും. അത് കണ്ടുപിടിക്കുക ഇവിടെ നല്ല പാടാണ്. ബെഡ്റോക്ക് ആയതുകൊണ്ടാണ് പറയണത്. ജാവയാണേ കുഴപ്പമില്ല, ബെഡ്റോക്ക് നല്ല പാടാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. അത് കമൻറ്റിൽ അതിനെ അറിയിക്കുകയെങ്കിൽ അതും കൂടി ചെയ്യാം. അല്ലെങ്കിൽ എമറാൾഡ് ഒപ്പ് ചെയ്യാൻ കുറച്ചും കൂടി പാടായിരിക്കും. അപ്പോൾ ഗൈസ് ഇതിലൂടെ നോയ്സും ഒക്കെ നമ്മൾ ഇവിടെ ടി വി കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എമറാൾഡ് വെച്ച് നമുക്ക് മറ്റേ ഓക്ക് സാപ്ലിങ് കിട്ടും. സാപ്ലിങ് നട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും ആപ്പിൾ കിട്ടും. ആപ്പിൾ വെച്ച് നമ്മളിപ്പോൾ കുറച്ച് ആപ്പിൾ ഇരിപ്പുണ്ട്, അത് കളയാൻ നമുക്ക് ഒരെണ്ണം വെച്ചൊരു വലിയ അത് കൊള്ളാം. ഈ ആപ്പിൾ ഇവിടെ ഇരിക്കട്ടെ, എൻ്റെ എടുക്കണ്ട.
ഇത് വെച്ച് നമുക്ക് മറ്റേ ഇത് കിട്ടും, ഒരു എമറാൾഡ് ഒപ്പിക്കാൻ പറ്റും ഇത് വെച്ച്. പിന്നെ പറഞ്ഞു തന്നത് ഗോൾഡുണ്ട്, ഗോൾഡാണ് പാട്. ഗോൾഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് പിഗ് ഉണ്ടല്ലോ, പിഗിനെ ഇവിടെ പിഗിനെ ബ്രീഡ് ചെയ്ത് ഇവിടെ നിന്ന് ഇറക്കണം. ഏതെങ്കിലും സൈഡിലൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കുഴിച്ചിട്ടുണ്ടാവാൻ, അല്ലാതെ അതിൻ്റെ അടിയിൽ മറ്റേ നമുക്ക് ഇത് വയ്ക്കണം. നമ്മൾ ഈ സോംബിയെ കൊള്ളുമ്പോൾ ചിലപ്പോൾ സോംബീനെ മറ്റേ ഇത് അല്ലേ വാട്ടർ വെച്ച് അത് അയണൊക്കെ ഒപ്പിക്കുക, സോംബി കൊല്ലം മയം കിട്ടും വെച്ച് കോൾഡിനുണ്ടാക്കി ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ വെള്ളം ഒപ്പിക്കാൻ വരും മഴ പെയ്യുമ്പോൾ. ഇപ്പോഴതിനെ ഡ്രൗൺ ആക്കിയിട്ട് കൊല്ലുമ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് ഇത് കോപ്പർ കിട്ടും, കോപ്പർ ഇങ്കറ്റ്. അത് വെച്ച് നമുക്ക് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ടണ്ടർ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ടണ്ടർ വെച്ച് പിഗിനെ അടിക്കുമ്പോൾ നമുക്ക് മറ്റേ ഇത് കിട്ടും, പിഗ്ലിന്മാരെ കൊല്ലുമ്പോൾ നമുക്ക് ഗോൾഡ് ഇങ്കറ്റ, ഗോൾഡ് നഗറ്റ കിട്ടും. അത് വെച്ച് നമുക്ക് ഗോൾഡ് ഉണ്ടാകും. ആ ഗോൾഡ് വെച്ച് നമുക്ക് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാകും. ആപ്പിൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അതുവരെ കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വില്ലേജറിനെയും ഇത് മറ്റേ മൗസ് സ്പോണറിന് കിട്ടും. അതുവഴി ഇങ്ങോട്ട് കൊണ്ട് മാറ്റി വെച്ചിട്ട് ഇനിയാണ് ടാസ്ക്. നമ്മൾ ഇവനെ കൊണ്ടുവരണം, വിച്ചിനെ കൊണ്ടുവന്ന് ഒരു ബോട്ടിൻ്റെ അകത്ത് ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അടുത്തോട്ട് പോകുമ്പോൾ 25% വീക്ക്നെസ് പോസ്റ്റ് എറിയാൻ ചാൻസ് ഉണ്ട്. ആ വീക്ക്നെസ് പോസ്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ക്യൂർ ചെയ്യാം, വില്ലേജറിനെ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം എമറാൾഡ് നമുക്ക് ഓക്കെടുത്ത് വീണ്ടും ഒന്നിനെയും കൂടി ചെയ്യാം. ഞാനത് ഒന്നിൽ ചെയ്തപ്പോൾ നല്ല കഷ്ടപ്പെട്ടു, അത് മാത്രം നല്ല കഷ്ടപ്പാടെന്ന് വെച്ചാൽ പണിയാണ് ആ സാധനം. സ്പോൺ ലൊക്കേഷൻ ഇവിടെയാണ്, ഇതാണ് സ്പോൺ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് 25 എടുക്കാറ് കേട്ടോ. ഈ സ്പോൺ ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നു എൻ്റെ ഐഡിയ ഉണ്ട്. ഓക്കെ, ഇവിടെ മൗസ് പോകത്തില്ല. ഇതാണ് നമ്മൾ സെൻട്രൽ. ഇവിടെ നിന്നാണ് 25 എടുക്കാനുള്ളതായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പിന്നെ ശരിയായിക്കോളാം. അതുപോലെ നമുക്ക് ഇനി പിന്നെ വലുതാക്കണമല്ലോ, എക്സ്റ്റെൻഡ് ചെയ്യണം നമുക്ക്. അപ്പോഴേ എന്തോ പറയുമെന്ന് ഓർക്കട്ടെ. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഉണ്ടാക്കിയിട്ട് ഇവിടെ ഹോൾസിലാണ് പെട്ടെന്ന് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്ത് ചെയ്യാം. അടുത്ത വാഴ ഹോണ്ട് വേറെ ഉപയോഗമുണ്ട്. അന്നേരം അടുത്ത് വരെ സമ്മതിക്കില്ല, ദൂരം തന്നെ അടിക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ഫാം ലാൻഡ് തുടങ്ങി അതിപ്പം മാറിക്കോളും. നമ്മൾ മറ്റേ എന്തൊരു നമ്മളിവിടെ കോൾഡ്രിൻ വെച്ച് കമ്പോസ്റ്റർ വെച്ച് നമുക്ക് കുറച്ച് ഉണ്ടാക്കിയില്ലായിരുന്നു. അത് വെച്ച് ഐഡിയ ഞാൻ പറഞ്ഞില്ല, മറ്റേ വൂളിൻ്റെ ഐഡിയ. അത് ഇവിടെ നിന്ന് ചെന്നിട്ട് ഏതെങ്കിലും സൈഡിൽ ചെയ്യുന്നതാ കിട്ടിയണ്ട, പൂ കിട്ടിയണ്ട, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, 2 എണ്ണം കിട്ടും. ഇങ്ങനെ നമ്മളിതുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ നൈസ് ബോട്ടിനകത്ത് വരും. ഓക്കെ ഗൈസ്. അതൊരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. നമുക്ക് ഇതിൻ്റെ പ്രശ്നം വരും, ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഈ പോപ്പ് എവിടെയെങ്കിലും വെച്ചിട്ട് അതിന് ഫോൺ വിളിച്ചിട്ട് പറ്റും, നോക്കട്ടെ. ഇത് പോപ്പിനെ കിട്ടും, അവിടെ നല്ല നേരത്തെ കിട്ടി, ഇവിടെ വെച്ച് ചെയ്തോളാം.
റെഡിന് റെഡായി. പച്ച ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം. ആവശ്യം വരും ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് ആയിപ്പോയി. ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലോങ് ആയത്. ഫുഡിന് ക്ഷാമം വന്ന് തുടങ്ങി. ഇനി അതിനുള്ളത് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.